എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കിടക്കുന്നേ? 27 വർഷമായി ചെയ്യൂ. വാടകയ്ക്കായിട്ട് ഒരു മോനുണ്ടായിരുന്നു, ക്യാൻസർ ആയിരുന്നു, മോൻ മരിച്ചുപോയി. എനിക്ക് തൊണ്ടയിലും ക്യാൻസർ പരീക്ഷയായിരുന്നു. ബാത്റൂമിലൊക്കെ പോകുന്ന ചില സമയത്ത് താഴെ, ചിലപ്പോൾ പറമ്പില്. പടുതായിക്ക് വാടക കൊടുക്കുന്നുണ്ട്. പടുതായിക്ക് വാടക കൊടുക്കുന്നു? എത്ര രൂപ? ഒരു ദിവസം 200 രൂപ വെച്ച് വാടക നമ്മൾ കൊടുക്കണം. പന്നിയൊക്കെ വരും അപ്പുറത്ത്. അയ്യോ, ഇങ്ങനെയാ നിങ്ങൾ കിടക്കുന്നല്ലേ? ഞാൻ 3 മാസമായി മരുന്ന് കഴിച്ചിട്ട് എനിക്കിത് മേടിക്കാൻ നിവർത്തില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുളിക എടുത്ത് കഴിച്ച് മരിക്കും. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഇവരാരും അറിയാതെ പോലീസുകാരെന്നെ പിടിച്ചിട്ട് ചേട്ടനെ വിളിച്ചിട്ട് വന്നു. ഭാര്യയെ കൂട്ടിക്കൊണ്ട് എളുപ്പം പോകുന്നു. സാറേ, എനിക്കൊരു കയറി കിടക്കാൻ ഒരു പേര്. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഹലോ ഗൈസ്, ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ടോണി അച്ചായൻ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പൈസയായിട്ടും വീട് വെച്ച് നൽകിയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ടോണി അച്ചായൻ. പുള്ളിക്കാരന് കുറേയധികം ജ്വല്ലറി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ പാവങ്ങളെയൊക്കെ സഹായിക്കുന്നു, വീട് വെച്ച് നൽകുന്നു, ജപ്തിയിലായിട്ടുള്ള വീടുകളൊക്കെ അത് പണം കൊടുത്ത് സഹായിക്കുന്നു, അതുപോലെ വീടുകളിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ആൾക്കാർ, അതായത് 1-2 യൂട്യൂബേഴ്സ് ഈ പറയുന്ന ടോണി അച്ചായനെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിലെടുത്ത് പറയേണ്ടത് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ എന്ന് പറയുന്ന യൂട്യൂബറാണ് ഈ പറയുന്ന അച്ചായനെതിരായിട്ട് കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയത്. അതായത് അച്ചായൻ്റെ ചാരിറ്റി തട്ടിപ്പാണ്, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു നെഗറ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി. എന്തായാലും കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം. അച്ചായൻസ് ഗോൾഡ് ടോണി അച്ചായൻ ചാരിറ്റി നിർത്തുന്നു എന്നുള്ളൊരു വീഡിയോ രാവിലെ കണ്ടു. ഇത് 10 ലക്ഷം രൂപയുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടിൽ അന്തസ്സായിട്ട് കയറി കിടക്കുന്ന എനിക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എൻ്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിറ്റി നിർത്തുവാണ്. കാരണം എന്നെ ഇപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാർ എൻ്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എൻ്റെ ഫാമിലിയോടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ച് ചാരിറ്റി ചെയ്യുന്നത്. അപ്പോഴും എന്നെ ഇങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ചാരിറ്റി സ്റ്റോപ്പ് ചെയ്യുകയാണ്. അച്ചായനോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാനില്ല. അതിന് പകരം ചാരിറ്റി നിർത്തി പോവാന്നുള്ള ഇമോഷണൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അച്ചായ നന്നായി ബീജിയം വിട്ടില്ലല്ലോ. ചാരിറ്റി സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. ഇപ്പൊ വീട്ടുകാരെ ഉപേക്ഷിച്ച് ചാരിറ്റിക്ക് അച്ചായൻ നടക്കണ്ട. വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും? പാവങ്ങൾ വീട്ടിലത്തെ കാര്യം നോക്കിയിട്ട് മതിയല്ലോ പുറത്തു പോകാൻ. അച്ചായൻ പറഞ്ഞ ഭീഷണി, ഞാൻ ഇന്നേ വരെ അച്ചായനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഇവിടെ പബ്ലിക്കായി പോസ്റ്റ് ഇട്ടിട്ടാണ് അച്ചായനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അങ്ങനെ ആരെങ്കിലും അച്ചായനെ ഫിനാൻഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അച്ചായനെ വേറെ എന്തെങ്കിലും കാര്യത്തിനോ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അച്ചായൻ കൊണ്ടുപോയി കേസ് കൊടുക്കുക. PR അറ്റാക്ക്, ഈ PR അറ്റാക്ക് അച്ചായനാണോ കിട്ടുന്നത് എനിക്കാണോ കിട്ടുന്നത് എന്നുള്ളത് അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പോസ്റ്റും എനിക്കെതിരെ വരുന്ന കമൻറ്റുകളും എനിക്കെതിരെ വരുന്ന പോസ്റ്റുകളും കണ്ട എനിക്കതൊരു വിഷയമല്ല. ഇതിലും വലിയ പെരുന്നാൾ കണ്ടതാണ്. ഇപ്പോഴും ഞാൻ അച്ചായനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ചായൻ ഈ 39 വീട് വെച്ചു കൊടുത്തു. ഈ ഒരു വീടിന്റെ കാര്യം ലൈഫ് മിഷനാന്നുള്ളത് തെളിഞ്ഞു. പക്ഷെ അച്ചായൻ പറഞ്ഞിട്ടില്ല. എപ്പോഴും അച്ചായൻ ഇപ്പോഴും 4.5 ലക്ഷം കൊടുത്ത് ഞാൻ പണിഞ്ഞ വീടാന്ന് പറഞ്ഞിരിക്കുന്നത്. 4 ലക്ഷം രൂപ ഗവൺമെന്റ് നിട്ടു, സ്ഥലം ഗവൺമെന്റ് മേടിച്ചു കൊടുത്തു, ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നുപോയ വീട് അച്ചായൻ പണിഞ്ഞു കൊടുത്തു എന്നുള്ളത് അച്ചായന്റെ വായന്ന് വന്നിട്ടില്ല. വേണ്ട, ഈഗോ വർഷം കൊണ്ട് പറയാതിരിക്കുന്നതായിരിക്കും. 39 വീട്, ഈ 40 വീട് പ്രൊജക്റ്റിൽ ബാക്കി 39 വീട് അച്ചായനോടൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ചായൻ എന്തിനാ ചാരിറ്റി നിർത്തുന്നേ? ആ 39 വീട് കാണിച്ചു തന്ന്, അതിന്റെ പ്രൂഫുകൾ കാണിച്ചു തന്ന്, ആ 39 വീടും അച്ചായൻ സ്ഥലം മേടിച്ച് ആ സ്ഥലത്ത് തറ കെട്ടി അതിന്റെ മുകളിൽ വീട് പണിഞ്ഞു കൊടുത്താന്നുള്ള പ്രൂഫ് അച്ചായന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാൽ അച്ചായൻ ജയിച്ചില്ലേ? അച്ചായനാണ് അവിടെ വിജയം. ഈ പറയുന്ന ഞാനടക്കം വന്ന് നിന്ന് അടുത്തൊരു പ്രൊജക്ടിന് അച്ചായന് ഞാൻ പൈസ തന്നിട്ട് ആ വീട് വെച്ചു കൊടുക്കും. അത് അച്ചായൻ വെച്ചു കൊടുത്താന്ന് പറഞ്ഞു.
എന്നാലും കുഴപ്പമില്ല, 4-5 ലക്ഷം രൂപ ഞാൻ തരാം. അച്ചായൻ ഈ 39 വീട് 40 വീട് പ്രൊജക്റ്റിൽ ബാക്കി 39 വീട് എവിടെയെന്നുള്ളതൊന്ന് കാണിച്ചു. കാരണം അതറിയണ്ടേ, പബ്ലിക്കായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ് അച്ചായൻ. ഇപ്പൊ പലരും എന്നോട് പറഞ്ഞു നീ ചെയ്യുന്ന ചാരിറ്റി കാണിക്കുന്നു. ഞാൻ ചെയ്യുന്ന സഹായങ്ങളൊക്കെ എന്റെ വീട്ടിലും എന്റെ ചുറ്റുപാടിലും മാത്രമാണ്, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഞാൻ സ്വർണ്ണക്കടയുള്ളവനല്ല. എന്റെ കപ്പാസിറ്റിക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. അത് ബോധിപ്പിക്കേണ്ട കാര്യം നിങ്ങളോട് എനിക്കില്ല, ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല. പക്ഷെ പബ്ലിക്കായിട്ട് ചാരിറ്റി വീഡിയോ ഇട്ടിട്ട് അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരാളാണ് അച്ചായൻ. അപ്പൊ അച്ചായനോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ബാക്കി 39 വീട് കേരളത്തിൽ എവിടെ, ഏത് ഫാമിലിക്ക് കിട്ടി? അച്ചായൻ സ്വന്തം നിലമെടുത്ത് അതിൽ തറ കെട്ടി അതിൽ വീട് കെട്ടി കൊടുത്തതാണെന്നുണ്ടെങ്കിൽ അച്ചായൻ ധൈര്യമായിട്ട് പറ. അപ്പോൾ കേട്ടല്ലോ, ഈ സീക്രട്ട് ഏജന്റിനാണ് ഭയങ്കര കണ്ണിക്കടി. അച്ചായൻ്റെ ചാരിറ്റിയിൽ തട്ടിപ്പാണ്. അതായത് സർക്കാരിൽ നിന്ന് കിട്ടിയ ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയ വീടുകളൊക്കെ അത് അച്ചായൻ വെച്ച് കൊടുത്തതാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അച്ചായനെതിരായിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ട് ഈ അരിയണ്ണൻ രംഗത്തേക്ക് വന്നത്. അപ്പോൾ എന്തായാലും ഈ അച്ചായൻ സഹായിച്ചിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം അത്രത്തോളം ആൾക്കാരെ പുള്ളിക്കാരൻ സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മറു സൈഡിൽ പുള്ളിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാം, ആയിക്കോട്ടെ. പക്ഷെ എങ്കിൽ പോലും പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള സ്വന്തം പൈസ കൊണ്ടാണ് പുള്ളി ഓരോ ആൾക്കാരെ സഹായിക്കുന്നത്. പണമായിട്ടും വീട് വെച്ച് കൊടുത്തും വിവാഹം നടത്തി കൊടുത്തും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന സായി കൃഷ്ണയ്ക്ക് യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ട്. ഇയാളൊക്കെ 10 രൂപ ആർക്കെങ്കിലും കൊടുത്ത് സഹായിച്ചതായിട്ട് നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇവർക്കൊന്നും അതിന് പറ്റത്തുമില്ല. എന്നാൽ പറ്റുന്നവരത് ചെയ്യട്ടെ എന്ന് കണക്കാക്കാതെ അവർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ നെഗറ്റീവ് ഉണ്ടാക്കി കൊടുക്കുക, സമൂഹത്തിന് എങ്ങനെയെങ്കിലും അവരെയൊക്കെ നാണം കെടുത്തുക, അവരുടെ ആ ഒരു ഇമേജ് ഇല്ലാതാക്കുക. അതിനു വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഇതിപ്പോൾ ഈ ഒരു സായി കൃഷ്ണ ഒരു യൂട്യൂബർ ആയതുകൊണ്ട് തന്നെ ഇയാൾ ഈ കാണിച്ച ചെറ്റത്തരത്തിന് എല്ലാ യൂട്യൂബർമാർക്കുമാണ് പഴി കേൾക്കുന്നത്. എടാ സീക്രട്ട് ഏജന്റ് മുത്തേ, എനിക്ക് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. അച്ചായൻ ജീവിക്കട്ടെ. എടാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കട്ടെ. സ്വന്തമായിട്ട് വീടില്ലാത്ത ഒരുപാട് പാവങ്ങളുണ്ട്. സ്വന്തമായി വീട് സ്വപ്നം കണ്ട് ജീവിക്കുന്നവരുണ്ട്. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അതുപോലുള്ള ആളുകളെ അച്ചായൻ ചേർത്ത് പിടിക്കുന്നത്. അവിടെ എവിടെയാണ് അച്ചായൻ ചെയ്ത തെറ്റ്? വലിയ വലിയ ബിസിനസ്സുകാർ വലിയ വലിയ നടിമാരെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ പൊട്ടിക്കുന്നു. എന്നിട്ടാണ് അവരുടെ ബ്രാൻഡ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. നിന്റെ ഭാഷയില് നിന്റെ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാല് അച്ചായൻ ഇതിന്റെ പിറകിൽ ചാരിറ്റി ചെയ്തിട്ട് അച്ചായന്റെ ബ്രാൻഡ് ഉയർത്തിപ്പിടിക്കുന്നതാണെങ്കിൽ പിടിക്കട്ടെ. ഇതുപോലുള്ള പാവങ്ങൾക്ക് ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ട് ബ്രാൻഡ് ഉയർത്തിപ്പിടിക്കട്ടെ. അതിലെവിടെയാണ് നീ തെറ്റ് കാണുന്നത്? എവിടെയോ വന്ന ചെറിയൊരു വാക്കിന്റെ പിഴവില് അച്ചായനെ ഇങ്ങനെ കൊല്ലല്ല മുത്തേ. അങ്ങനെ നിനക്ക് നിന്റെ അടുത്ത് വിത്ത് എവിഡൻസ് നിനക്ക് 40 വീട് അച്ചായൻ ചെയ്തല്ലോ. ഈ 40 വീട്ടിലും നീ കയറി ഇറങ്ങ്. എന്നിട്ട് ജനങ്ങളെ മുമ്പിൽ നീ കൊണ്ടുപോവാ. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നന്മ ചെയ്യുന്ന ആളുകളെ നീ ഇങ്ങനെ ഇല്ലാണ്ടാക്കരുത് മുത്തേ. നീ ചിലപ്പോ നിന്റെ 2 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിന്റെ അക്കൗണ്ടിൽ അരിമണി പോവുമായിരിക്കും. പക്ഷെങ്കില് ഒരുപാട് പാവങ്ങളെ കഞ്ഞിയിലാണ് നീ പാറ്റ ഇടുന്നത്. നീ ആലോചിച്ചോ?